പഞ്ചായത്തുകളിലെയും നഗരസഭകളിലെയും വാർഡുകളുടെ വിഭജനം ഈ മാസം പൂർത്തിയാകും. കമ്മീഷന്റെ സുപ്രധാന സിറ്റിംഗ് 23-ന് ചേരും. കരട് റിപ്പോർട്ടിലെ പരാതികൾ പരിശോധിച്ച് ഒട്ടേറെ തിരുത്തൽ നടപടികൾ ഉണ്ടാകുമെന്നാണ് സൂചന. പരാതികളും വിമർശനങ്ങളും തുടരുന്നതിനിടയിലാണ് പഞ്ചായത്തുകളിലെയും നഗരസഭകളിലെയും വാർഡുകളുടെ വിഭജനം ഈ മാസം പൂർത്തിയാക്കാനൊരുങ്ങുന്നത്. കമ്മീഷന്റെ സുപ്രധാന സിറ്റിംഗ് ഈ മാസം 23-ന് ചേരും. വാർഡ് വിഭജനം സംബന്ധിച്ച കരട് റിപ്പോർട്ടിലെ പരാതികൾ പരിശോധിച്ച് തിരുത്തൽ നടപടികൾ സിറ്റിംഗിൽ ഉണ്ടായേക്കും. തുടർന്ന് ദിവസങ്ങൾക്കകം 941 ഗ്രാമപഞ്ചായത്തുകൾ, 87 നഗരസഭകൾ, 6 കോർപ്പറേഷനുകൾ എന്നിവയിലെ വാർഡുകൾ വിഭജിച്ച് അന്തിമ വിജ്ഞാപനം ഇറക്കും. പഞ്ചായത്തുകളിൽ 1375, കോർപ്പറേഷനുകളിലും നഗരസഭകളിലുമായി 135 എന്നിങ്ങനെ 1510 പുതിയ വാർഡുകൾ വരും. ഇവ സൃഷ്ടിക്കാൻ വാർഡുകളുടെ അതിർത്തികൾ മാറ്റും. വാർഡ് വിഭജനത്തിന്റെ കരട് റിപ്പോർട്ട് കമ്മീഷൻ കഴിഞ്ഞ വർഷം നവംബർ 18-ന് പ്രസിദ്ധീകരിച്ചിരുന്നു. പരാതികൾ സമർപ്പിക്കാൻ ഡിസംബർ 4 വരെയാണ് സമയം അനുവദിച്ചത്. 16,000-ൽ പരം പരാതികളാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. വാർഡുകളുടെ അതിർത്തികൾ നിർണയിച്ചതിലെ പോരായ്മ, വീടുകൾ ഒഴിവാക്കിയത്, ഓരോ വാർഡിലെയും ജനസംഖ്യയിലെ ഏറ്റക്കുറച്ചിലുകൾ, വാർഡുകൾക്ക് പുതിയ പേരുകൾ നൽകിയതിലെ പ്രശ്നങ്ങൾ എന്നിവയാണ് പ്രധാന പരാതികളായി ഉയർന്നത്. ഇവ അന്വേഷിക്കാൻ 1000-ൽ പരം ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട്. ഇവർ നൽകിയ റിപ്പോർട്ടുകൾ ജില്ലാ കളക്ടർമാരുടെ ശുപാർശയുടെ കമ്മീഷന് ലഭിച്ചു. തുടർന്ന് കഴിഞ്ഞ ജനുവരി 16 മുതൽ ഫെബ്രുവരി 22 വരെ ജില്ലാ തലങ്ങളിലെ തെളിവെടുപ്പും കമ്മീഷൻ നടത്തി. എന്നാൽ നടപടിക്രമങ്ങളിൽ പിഴവുണ്ടായതായി പ്രതിഷേധവും ആരോപണവും ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ നടപടികൾ പൂർത്തിയായാൽ അടുത്ത 2 ഘട്ടങ്ങളിലായി ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളുടെ വാർഡ് വിഭജന നടപടികൾ ഡിലിമിറ്റേഷൻ കമ്മീഷൻ ആരംഭിക്കും. ജനം, തിരുവനന്തപുരം.